പി.വി. അൻവർ മുൻ എം.എൽ.എ നമ്മോടൊപ്പം ടെലിഫോൺ അനുസരിക്കുകയാണ്. ശ്രീ പി.വി. അൻവർ, കോടതി തന്നെ തള്ളിയതാണ് ഈ ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട്. പക്ഷെ അതിന്റെ വിശദാംശങ്ങൾ, റിപ്പോർട്ടിന്റെ പകർപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ കോടതി പറഞ്ഞതുപോലെ തന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. മൊഴിയും റിപ്പോർട്ടും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പിന്നെ എന്താണ് അന്വേഷിച്ചത് എന്ന ചോദ്യം തന്നെയാണ് ബാക്കിയാവുന്നത്. അത് സ്വാഭാവികമാണ്. ഈ ഒരു അന്വേഷണ റിപ്പോർട്ടല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. കാരണം ഞാൻ പരാതി കൊടുത്തു. മുഖ്യമന്ത്രി SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷണത്തിന് ചുമതല ഏൽപ്പിച്ചവർ അന്വേഷണം ആരംഭിച്ച് 3-ാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ട് എനിക്കെതിരെ സംസാരിക്കുന്നത്. അതിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെയുള്ള P.V. അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഞാൻ അവജ്ഞയോടുകൂടി തള്ളുകയാണ്. ADGP അജിത് കുമാർ എന്റെ അറിവ് പ്രകാരം സത്യസന്ധനായ ഒരു ഓഫീസറാണ്. ഇനി ഏതായാലും പോലീസ് അത് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ. അതൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറയുന്നത്. മുഖ്യമന്ത്രി അന്നേ ക്ലീൻ ചീറ്റ് കൊടുത്തു അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ. പിന്നെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു ക്ലീൻ ചീറ്റ് കൊടുത്ത ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹത്തിന്റെ റാങ്കിലോ അദ്ദേഹത്തിന്റെ റാങ്കിന്റെ താഴെയുള്ളവരോ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചിട്ട് എന്ത് നീതി നടപ്പിലാവുമെന്നാണ് നമ്മൾ കരുതുന്നത്? ഇതതിന്റെ ഒരു വസ്തുതയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ബോധ്യപ്പെട്ടിരിക്കുന്നു. P.V. അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഓരോന്നും ശരിവെച്ച് വരുന്നു. ബഹുമാനപ്പെട്ട കോടതി ഇപ്പൊ ഇടപെട്ടിരിക്കുന്നു, അന്വേഷണ റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു. അപ്പൊ ഇത് ഇനി ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതൊരു വെള്ളരിക്ക പട്ടണത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സിനപ്പുറം ഇത് എന്ത് അന്വേഷണമാണ്? അന്വേഷിക്കാൻ പറഞ്ഞ ഏത് കാര്യമാണ് അന്വേഷിച്ചത്? ആകെ നമ്മൾക്ക് കൃത്യമായ തെളിവ് കൊടുക്കാൻ കഴിഞ്ഞ അതിന്റെ പ്രോപ്പർട്ടി അദ്ദേഹം വാങ്ങിയതാണ്, ഫ്ലാറ്റ് വാങ്ങിയതും വീട് വാങ്ങിയതും ഒക്കെ. അത് കൃത്യമായി കോടതിക്ക് അത് മറച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പം അതിന്റെ മുകളിലാണ് ഇപ്പൊ കോടതി നിലപാട് സ്വീകരിച്ചത്. മറ്റുള്ളതൊക്കെ ഞാൻ കൊടുത്ത പരാതിയില് ഞാൻ നൽകിയ തെളിവുകള് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഇപ്പോ നമ്മുടെ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് തന്നെ 153ഓളം കേസ് പോലീസ് FIR ഇട്ടിട്ടുണ്ട്. മൊഴിയെടുത്ത IG-യോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ 100 ചില്ലാനം വരുന്ന പ്രതികളിൽ നിന്ന് ഈ പോലീസ് കേസെടുത്ത് സ്വർണം കൊടുന്ന് കുറ്റവാളികളായി നിൽക്കുന്ന ഈ പ്രതികളിലെ ഒരു 25 ആളെ നിങ്ങൾ റാൻഡമായി വിളിക്കൂ, അവരോട് അന്വേഷിക്കൂ. എത്ര സ്വർണമാണ് അവർ കൊടുന്നത്? എയർപോർട്ടിന്റെ പുറത്ത് എവിടുന്നാ പോലീസ് പിടിക്കുന്നത്? പിടിച്ചിട്ട് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഏത് തട്ടാനാണ് ഇത് തൂക്കിയത്? എത്ര സ്വർണമാണ് കോടതി കൊടുത്തത്? അവരെത്രയായിരുന്നു കൊണ്ടുവന്ന്? ഇത് പരിശോധിച്ചാൽ മനസ്സിലാകും ആർക്കും. അങ്ങനെ ഒരു അന്വേഷണം നടന്നിട്ടില്ലല്ലോ. മാമി കേസ് ഞാൻ പറഞ്ഞു, അതിൽ വലിയ ഗൂഢാലോചന ഉണ്ടെന്ന്. ഇപ്പൊ അത് അന്വേഷിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ തന്നെ IG റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇതിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച വരുത്തി, അവർക്കെതിരെ നടപടി എടുക്കണമെന്ന്. അത് പ്രൂവ്ഡ് അല്ലേ? റിദാൻ ബാസിൽ കേസ് കൃത്യമായ തെളിവുകളും അതിന്റെ സാഹചര്യങ്ങളും വിശദീകരിച്ചതാണ്. അത് അന്വേഷിച്ച പെട്ടെന്ന് സുജിത് ദാസ് പിടിക്കപ്പെടും. സുജിത് ദാസുമായി ബന്ധപ്പെട്ട ചില രഹസ്യ വിവരങ്ങൾ മരിച്ച റിദാൻ ബാസിന്റെ ഫോണിലുണ്ടായിരുന്നു. ആ ഫോൺ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് റിദാൻ ബാസിലിനെ എന്റെ അടുത്ത് തട്ടിയെടുക്കാൻ വേണ്ടി അന്നത്തെ SP ആയിരുന്ന സുജിത് ദാസ് അയച്ച സംഘമാണ് ഈ റിദാൻ ബാസിലിനെ കൊലപ്പെടുത്തിയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അന്വേഷണം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? എടവണ്ണ പോലീസ് കുറ്റപത്രം മഞ്ചേരി സെഷൻസ് കോടതി കൊടുത്ത കേസിൽ പെട്ടെന്ന് എടവണ്ണ പോലീസ്, ഈ കേസ് അന്വേഷിക്കുന്ന എടവണ്ണ പോലീസ് വീണ്ടും കോടതിയിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കുകയാണ്. എന്താണ് അഫിഡവിറ്റ്? ഈ കാണാതായ ഫോണ് കണ്ടെത്താനുള്ള ചില സൂചനകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കേസ് അന്വേഷണം ഞങ്ങൾക്ക് തുടരാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ആ കേസിനെയും അട്ടിമറിച്ചു. എല്ലാത്തിനെയും അട്ടിമറിച്ചിട്ട് ഒരു തെളിവില്ല എന്ന് പറഞ്ഞ് ഒരു വാറോല റിപ്പോർട്ട് കൊണ്ടേ കൊടുത്തിരിക്കുകയാണ്. ഇതാണല്ലേ വസ്തുത.